അപ്പോൾ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ ഈ വീഡിയോ ആവശ്യമുള്ളവർ മാത്രം കണ്ടാൽ മതി, അല്ലാത്തവരൊക്കെ സ്കിപ്പാക്കി പോയിക്കോളൂ. ഈ വീഡിയോയിൽ വരുന്ന കണ്ടന്റ് എന്താ വെച്ചാൽ നമ്മൾ ജംബോ ഫോണിൻ്റെ വീഡിയോ ഇട്ടുണ്ടായിരുന്നു. ജംബോ ഫോൺ 4 സിം ഇടാം, 4000 mAh ബാറ്ററി, റേഞ്ച് ഇല്ലാത്തടത്ത് റേഞ്ച് എടുക്കും എന്ന് പറഞ്ഞ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അതിൻ്റെ വിശദമായിട്ടുള്ള വീഡിയോ ആണ്. ഒരുപാട് ആളുകൾ വിളിച്ചിട്ട് അന്വേഷിക്കുന്നുണ്ട്, അതിൻ്റെ വിശദ വീഡിയോ തരാൻ വേണ്ടി പറയുന്നുണ്ട്. അതിൻ്റെ വിശദ വീഡിയോ ആണിത്. അപ്പോൾ ഇതാർക്കൊക്കെ എങ്ങനത്തോൽക്കൊക്കെ ഏത് ആൾക്ക് ഉപയോഗിക്കുക എന്നുള്ളതിൻ്റെ വിശദ, എന്തൊക്കെയാണ് ഇതിൽ ഫങ്ഷൻസ് കിട്ടുക എന്നുള്ളതിൻ്റെ വിശദമായിട്ടുള്ള വീഡിയോ ആണ് വരുന്നത്. അപ്പോൾ ആവശ്യമുള്ളവർ മാത്രം കണ്ടാൽ മതി. ജംബോ ഫോൺ എടുക്കാൻ ഉദ്ദേശിക്കുന്നവർ മാത്രം, 4 സിമ്മിടുന്ന ഫോൺ എടുക്കാൻ ഉദ്ദേശിക്കുന്നവർ മാത്രം ഈ വീഡിയോ കണ്ടാൽ മതി. വെറുതെ വേറെയുള്ളവർ കണ്ടുകൊണ്ട് സമയം പായാക്കണ്ട. സമയം പോയ സമയം നമുക്ക് തിരിച്ച് എടുക്കാൻ പറ്റൂല. അപ്പോൾ ആവശ്യമുള്ളവർ മാത്രം വീഡിയോ ഫുള്ളായിട്ട് കണ്ടാൽ മതി. അപ്പോൾ ഈ സംഭവം ഈ സെറ്റിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 4 സിം ഇതിൽ ഉപയോഗിക്കാം. ഇത് ജിയോ സിം ഒന്നും ഇതിൽ ഉപയോഗിക്കാൻ കഴിയില്ല, 5G സിം ഉപയോഗിക്കാൻ കഴിയില്ല. ഇതിൽ 3G സിം, അതായത് വഡാഫോൺ പറ്റും, എയർടെൽ പറ്റും, ഇങ്ങനത്തെ 3G സിമ്മുകൾ 4 വരെ ഇതിൽ ഉപയോഗിക്കാം. അതേപോലെ തന്നെ രണ്ടാമത്തെ ഒരു ഓപ്ഷന് 4000 mAh ബാറ്ററി. സാധാരണ ഒരു കീപാഡ് ഫോണിൽ ബാറ്ററി ബാക്കപ്പ് എന്ന് പറയുന്നത് 800, 1000, 1200 മാക്സിമം ഉണ്ടാവുള്ളൂ. അവിടേക്ക് ഇത് 4000 mAh വരെ ബാറ്ററി ബാക്കപ്പ് ഉണ്ട്. പിന്നെ നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിന് നല്ലൊരു ടോർച്ച് ഉണ്ട്. പിന്നെ നെക്സ്റ്റ് ഓപ്ഷൻ വരുന്നത് 2 ക്യാമറയാണ്. ഇത് സാധാ നോർമൽ ക്യാമറയാണ്. പല ആളുകളും ഇതിൽ വീഡിയോ കോൾ നടക്കുമോ, വാട്സപ്പ് നടക്കുമോ, ഇൻസ്റ്റാഗ്രാം നടക്കുമോ എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാം, വീഡിയോ കോൾ, വാട്സപ്പ് ഇതൊന്നും ഇതിലില്ല. ഇത് സാധാ ഒരു ഫോണാണ്. ഇതിന് പ്രൈസ് വരുന്നത് നമ്മൾ കൊടുക്കുന്ന പ്രൈസ് പറഞ്ഞാൽ 1650 രൂപയാണ്. 1650 രൂപക്കുള്ള എല്ലാ ഓപ്ഷനും ഇതിലുണ്ട്. അതേപോലെ ഇതിൻ്റെ ബോക്സിൽ ഇതിൻ്റെ ചാർജർ ഉണ്ട്. അതേപോലെ തന്നെ ഒരു സ്റ്റാൻഡ് ഉണ്ട്, ബെൽറ്റിമേലൊക്കെ തൂക്കിയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇത് എങ്ങനത്തെ സെക്യൂരിറ്റിക്കാരൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. ബെൽറ്റിമേലൊക്കെ കൊളുത്തിടാൻ പറ്റിയ ഒരു കൊളുത്തിട്ട് ഉപയോഗിക്കാൻ പറ്റിയ സാധനം സ്റ്റാൻഡ് ഉണ്ട്. ഇതിന് 2 ആൻറ്റിന വരുന്നുണ്ട്, ഒന്ന് ചെറിയൊരു ആൻറ്റിനയും ഒന്ന് വലിയൊരു ആൻറ്റിനയും. ഇത് പൊതുവെ എങ്ങനത്തെ തീരെ റേഞ്ച് ഇല്ലാത്ത സ്ഥലത്തേക്കുള്ള ഫോണല്ല. പൊതുവെ ചില വീട്ടിലൊക്കെ ഫ്രണ്ടിലുണ്ടാവും, ബാക്കിൽ റേഞ്ച് കിട്ടില്ല. അങ്ങനത്തെ ഉപയോഗിച്ചാൽ കുറച്ചും കൂടി റേഞ്ച് പവർ ഉപയോഗിക്കും. ഇത് ടവറല്ല, ഇത് സാധാ ഒരു 2 ആൻറ്റിനയാണ്. അപ്പോൾ പല ആളുകളും റേഞ്ച് ഇല്ലാത്തടത്തേക്ക് ഇത് നടക്കുമോ എന്നൊക്കെ ചോദിച്ചാണ്ട് വിളിക്കുന്നുണ്ട്. അങ്ങനത്തെ ഇത് പറ്റൂല. ഇത് ടവർ അല്ല, ഇത് സാധാ ആൻറ്റിനയാണ്. അതായത് ചില വീട്ടിലൊക്കെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ, വല്യമ്മമാർക്കൊക്കെ ഉള്ളിലേക്ക് പോയി, ഉമ്മമാർക്കും ഉപ്പമാർക്കൊക്കെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ പറയണ അങ്ങനത്തെ ഇത് സക്സസ്ഫുൾ ആണ്. പിന്നെ ഇതിലൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ മെമ്മറി കാർഡ് ഉപയോഗിക്കാം. 128 GB വരെ മെമ്മറി കാർഡ് ഉപയോഗിക്കാം. അത്യാവശ്യം നല്ല സൗണ്ട്, ഇയർ പീസും നല്ല സൗണ്ട് ഉണ്ട്. അതേപോലെ റിംഗ് ടോണും നല്ല സൗണ്ട് ഉണ്ട്. റിംഗ് ടോൺ ഇപ്പോഴത്തെ അടുത്ത കാലത്തൊന്നും ഇത്ര വോളിയം കൂടുതലുള്ള ഒരു ഫോണും ഞാൻ കണ്ടിട്ടില്ല. നല്ല റിംഗ് ടോൺ, നല്ല അത്യാവശ്യം നല്ല പവർ റിംഗ് ടോൺ ഇല്ല ഒരു ഫോൺ തന്നെയാണ്. പിന്നെ നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ പിന്നെ ടോർച്ചിൻ്റെ കാര്യം പറഞ്ഞു, ബാറ്ററി ബാക്കപ്പ് പറഞ്ഞു, പിന്നെ ആൻറ്റിന പറഞ്ഞു, ക്യാമറൻ്റെ ഉപയോഗം എന്താണെന്നില്ല പറഞ്ഞു. മെയിനായിട്ട് 4 സിമ്മൊക്കെ ഉപയോഗിക്കണമല്ലോ പറഞ്ഞാൽ 4 സിം ഉപയോഗിക്കണമല്ലോ വളരെ അപൂർവ ആളുകളെ കാരണം. പക്ഷേ ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഈ ആഡ് റൺ ചെയ്യണോ അങ്ങനത്തെ പല ആളുകളും ഉണ്ടാവും. വാട്സപ്പ് കുറേ വേറെ ഫോണിൽ അങ്ങനത്തെവർക്കൊക്കെ 4 സിം OTP ഒക്കെ വരണമെങ്കിൽ അങ്ങനത്തെ ഫങ്ഷൻസൊക്കെ ഇല്ലോൽക്ക് 4 സിം ഉപയോഗിക്കേണ്ടവർക്ക് അങ്ങനത്തെവർക്ക് റെഡിയാണ്. അതേപോലെ പവർ ബാങ്ക്, ഇതിൽ പവർ ബാങ്ക് സൗകര്യം ഉണ്ട്. ഇതൊരു പവർ ബാങ്ക് ആയിട്ട് ഉപയോഗിക്കാം. നിങ്ങൾക്ക് മറ്റുള്ളവരിലേക്ക് ഫോൺ ചാർജ് വേണമെങ്കിൽ അങ്ങോട്ട് ഔട്ട്പുട്ട് ഉണ്ട്, പവർ ബാങ്ക് ആയിട്ട് ഉപയോഗിക്കാം. പിന്നെ സാധാ ചാർജർ ഇതിൻ്റെ കൂടെ ഉണ്ട്. പിന്നെന്താ പറയല്ലേ, ബാറ്ററി ഉണ്ട്. അപ്പോൾ ഒരുപാട് ആളുകൾ വിളിക്കുന്നുണ്ട്, കടലിക്ക് കൊണ്ടുപോകാൻ പറ്റുമോ? പല ആളുകളും പല ചോദ്യങ്ങളാണ്. ഇതങ്ങനെ കടലിക്ക് കൊണ്ടുപോകാൻ പറ്റിയ സാറ്റലൈറ്റ് ഫോണൊന്നല്ല. ഇതിന് ആൻറ്റിന 2 ഉണ്ട് എന്നേ ഉള്ളൂ. ഇത് നെറ്റ്വർക്ക് കുറവില്ല, ഏരിയയിൽ കുറവില്ലൊരു കിട്ടൂല. ചില വീടുകൾ ഞാൻ പിന്നെ പറയാം, ബിൽഡിങ്ങിൻ്റെ ഉള്ളിലേക്കൊക്കെ മാറുമ്പോൾ റേഞ്ച് കുറവില്ല ഏരിയയിൽ, ഗോഡൗണിലൊക്കെ ചിലപ്പോൾ ഉപയോഗിച്ചാൽ സക്സസ് ആവും. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകിച്ച് മെയിനായിട്ട് പറയുന്നത് ഇതിന് യാതൊരുവിധ ഗ്യാരണ്ടി ഇല്ല കേട്ടോ, യാതൊരുവിധ ഗ്യാരണ്ടി ഇല്ല. ചെക്കിങ് ഗ്യാരണ്ടി മാത്രമേ ഉള്ളൂ. നമ്മളിതൊരു കസ്റ്റമർ വാങ്ങണമെങ്കിൽ നമ്മൾ കൊടുക്കുക 15 ദിവസത്തെ ചെക്കിങ് ഗ്യാരണ്ടി മാത്രം കൊടുക്കുക. അപ്പോൾ ആവശ്യക്കാർ അങ്ങനത്തെ ആർക്കെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ വാട്സപ്പിലാണ് കോൺടാക്ട് ചെയ്യേണ്ടത്. കാരണം കോൾ ചെയ്തിട്ട് ഒരുപാട് ആളുകൾ വിളിക്കുന്നുണ്ട്, ഇഷ്ടംപോലെ കോൾ വരുന്നുണ്ട്, ഫോണിന് ഒരു ഒഴിവില്ല. അപ്പോൾ താഴെ കാണുന്ന വാട്സപ്പിൽ നിങ്ങൾ നമ്പറിൽ വാട്സപ്പായിട്ടാട്ടോ മെസ്സേജ് അയക്കേണ്ടത്. വാട്സപ്പായിട്ട് മെസ്സേജ് അയച്ചാൽ നമുക്ക് റിപ്ലൈ കറക്റ്റ് തരാൻ പറ്റും. കാരണം വാട്സപ്പ് 2-3 ആൾക്കാർ കൈകാര്യം ചെയ്യുന്നുണ്ട്. കോൾ ചെയ്താൽ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ തന്നെ പറ്റാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് കോൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത്. വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. ആവശ്യക്കാരുണ്ടെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽ ഇനി എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നമ്മുടെ ഷോപ്പ് വരുന്നത് അരീക്കോടാണ്, മലപ്പുറം ജില്ലയിൽ അരീക്കോട് ബസ് സ്റ്റാൻഡിൽ പോസ്റ്റ് ഓഫീസ് റോഡിലാണ് നമ്മുടെ ഷോപ്പ് വരുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇത് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ, വാങ്ങാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ
താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഇത് എല്ലാവർക്കും നടക്കില്ല, സ്മാർട്ട് ഫോൺ അല്ല, ഗ്യാരണ്ടി ഇല്ല. 4000 mAh 4 സിമ്മ്, ചെറിയ 2 ആൻറ്റിന, അത്യാവശ്യം കുഴപ്പമില്ലാത്ത റേഞ്ച് പിടിച്ചെടുക്കാൻ പറ്റിയ 2 ആൻറ്റിന, നെറ്റ്വർക്ക് ആൻറ്റിന, അതേപോലെ ചെറിയൊരു മെമ്മറി കാർഡ്, 128 GB വരെ മെമ്മറി കാർഡ് ഉപയോഗിക്കാം. നിങ്ങൾക്ക് വീട്ടിലൊക്കെ പ്രായമുള്ളവർക്കൊക്കെ അത് ഖുറാനത്തൊക്കെ ഇട്ട് കണ്ടാണ് വെച്ചുകൊടുത്താൽ അതിങ്ങനെ നല്ല സൗണ്ടിൽ ഒരു കേട്ടോടെ കുത്തിരിക്കും. അങ്ങനത്തെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഡിസ്പ്ലേ ഒക്കെ ഒരു ആവറേജ്. അതേപോലെ തന്നെ ബട്ടണൊക്കെ നല്ല വലുപ്പമുള്ള ബട്ടൺസാണ് വരുന്നത്. ചെറിയ കണ്ടുപിടിക്കാത്തവർക്കൊക്കെ സംഗതി സെറ്റാണ്. അങ്ങനത്തെവരൊക്കെ ഉണ്ടെങ്കിൽ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ മാത്രം കോൺടാക്ട് ചെയ്താൽ മതി. താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പിലാണ് കോൺടാക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.